പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധിയിൽ പങ്കുചേർന്നുകൊണ്ട് അങ്ങയുടെ സ്വന്തമായിട്ട് ജീവിക്കുവാനും അങ്ങയുടെ സ്വന്തമായ കരുത്തോടെ ഈ ലോകത്തെ അതിജീവിക്കുവാനും പരീക്ഷകളെ അതിജീവിക്കുവാനും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വേണ്ട അഭിഷേകവും കൃപയും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നല്ലോ. അത് സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ആ വലിയ കരുത്തോടെ ആ വലിയ സ്ഥാനത്തിൽ നിന്ന് ശക്തിയോടെ ധീരതയോടെ ജീവിക്കാനും പരീക്ഷ എഴുതാനും വിജയിക്കാനും ഇടയാകട്ടെ. മക്കൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നും ഈ മക്കളിൽ പൂർത്തിയാകട്ടെ. അത് പൂർത്തിയാകാൻ വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ, പരീക്ഷ എഴുതട്ടെ, മുന്നോട്ട് പോകട്ടെ, അങ്ങനെ വിജയം കൈവരിക്കട്ടെ. തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ, രോഗശക്തികൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടബാധ്യതകൾ, അസ്വസ്ഥതകൾ, എല്ലാ എതിർശക്തികൾ, ദുരാത്മ ദുർഭൂതങ്ങള് യേശുവിന്റെ നാമത്തിൽ എല്ലാ മക്കളെയും കുടുംബങ്ങളെയും വിട്ടുമാറി പോകട്ടെ. പരീക്ഷയെ തടസ്സപ്പെടുത്തുന്ന ഭയം, ഉത്കണ്ഠ, മറവി എല്ലാം മാറിപ്പോയി ഞങ്ങളുടെ മക്കൾ ധീരതയോടെ എല്ലാം ഓർത്തിരുന്ന് നല്ല പോലെ പരീക്ഷ എഴുതട്ടെ. അങ്ങയുടെ നാമത്തിൽ അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ മക്കളോടും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കരമുയർത്തി നമ്മുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അവർ ദൂരത്തായിരിക്കാം, വിദേശത്തായിരിക്കാം, പരീക്ഷ ഹോളിലായിരിക്കാം, എവിടെയുമാകട്ടെ ഈ വലിയ അഭിഷേകം കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രാർത്ഥനയില് കർത്താവ് ഇടപെടും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട കേട്ടോ. എന്നും നിരന്തരം അന്നു വേണ്ട ആഹാരം ചോദിച്ചു വാങ്ങുന്ന പോലെ ഓരോ ദിവസത്തിന്റെയും വചനത്തിന്റെ അടിസ്ഥാനത്തില് കർത്താവിന്റെ വലിയ ഇടപെടലും ആ അനുഗ്രഹങ്ങളും മക്കൾക്ക് വേണ്ട ആഹാരവും അഭിഷേകവും ഒക്കെ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് ഇടയാകട്ടെ. ഒപ്പം മക്കളും ഇതിനോട് ചേർന്ന് തമ്പുരാനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളും മക്കളും ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇനി ഇതിന് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു വചനം കർത്താവ് നമുക്ക് തരിക. ജോഷുവയുടെ പുസ്തകത്തില് 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരു വലിയൊരു വാഗ്ദാനം. കർത്താവ് നാളെ അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളുടെ ഇടയിൽ. അതിനെന്താ ചെയ്യണ്ടേ? നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. ഇത് നമ്മൾ ചെയ്യണം, നമ്മുടെ മക്കളും ചെയ്യണം. അതായത് യുദ്ധമാണ്. യുദ്ധത്തിൽ കർത്താവ് നമ്മളെ സഹായിച്ചേ പറ്റൂ. കർത്താവ് നമുക്ക് വിജയം തന്നേ പറ്റൂ. ഈ കർത്താവിനെ കൂടെ നിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പോണക്കാരും മുമ്പ് എല്ലാ മക്കളും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് ഈശോയെ കൂടെ നിർത്തി പോയാൽ നമ്മൾ വിജയിക്കും, മക്കൾ ജയിക്കും. ഈ ഒരു വചനം മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇനി ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളും കുമ്പസാരിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ ഈ വാഗ്ദാനം നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പരിശുദ്ധനായ ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിൽ നമ്മുടെ ജീവിതത്തില്, കുദാശ ജീവിതത്തില് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് വിശുദ്ധി, പരിശുദ്ധി. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പാളയം എപ്പോഴും പരിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം ഇറങ്ങി വരുമ്പോ അശുദ്ധമായത് എന്തെങ്കിലും കണ്ട് ദൈവം തിരിച്ചു പോകാതിരിക്കാൻ പാളയത്തെ ശുദ്ധിയുള്ളതായിട്ട് കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, നമ്മുടെ വീട്, മക്കൾ പഠിക്കുന്ന സ്ഥലം,
മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും നമ്മുടെ ശരീരങ്ങളും പരിശുദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവിന്റെ അഭിഷിക്തൻ ജോഷുവ പറയുന്നത്, നിങ്ങൾ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും നമ്മുടെ ഇടയിൽ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ കുടുംബത്തില് മക്കളിൽ കാണാൻ വേണ്ടി വലിയ ദാഹത്തോടെ വലിയ സ്നേഹത്തോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മക്കളോട് പറയാ, നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. അതിലൂടെ കർത്താവിന്റെ ഈ പ്രവൃത്തികൾ കാണുവാൻ ഇടയാകട്ടെ. നമ്മുടെ മക്കൾ വിശുദ്ധിയോടെ കൃപയിൽ നിറഞ്ഞു നിന്ന്, ഈ വിശുദ്ധി ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം അറിയോ, പിശാച് നമ്മെ തൊടാൻ പറ്റില്ല, അവൻ തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഒരു കാര്യത്തിലും, പഠിക്കുന്ന കാര്യത്തിലോ പരീക്ഷ എഴുതുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലോ പിശാചിന് കടന്നു വരാൻ പറ്റാത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധി. അതിനുള്ള വഴിയാണ് കുമ്പസാരം, വിശുദ്ധ കുർബാന. ഈ രണ്ടഭിഷേകം കർത്താവിനാൽ സ്വീകരിക്കപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സും അതിന്റെ അവസ്ഥയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ മക്കൾക്കും ഇടയാകട്ടെ. അതിനായിട്ട് കർത്താവെ, ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇതിൽ നിന്ന് അകറ്റുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവിന് കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ദിവികാരനാഥന്റെ മുമ്പിൽ ഈ ഒരു വിശുദ്ധീകരണത്തിലൂടെ യുദ്ധം ചെയ്ത് കർത്താവിനാൽ ജയം നേടുന്ന വലിയ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, കർത്താവെ, അങ്ങയുടെ കൂടെയായിരിക്കുവാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുവാൻ അങ്ങ് തന്നെയാണല്ലോ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നത്. അങ്ങയുടെ തിരുസന്നിധിയില് വലിയ വിശ്വാസത്തോടെ എളിമയോടെ അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അശുദ്ധരാണ്, അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവരാണ്. ഈശോയെ, അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കണം, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കണം, അങ്ങ് ഞങ്ങളോട് കരുണയായിരിക്കണം. ഈശോയെ, ഈ ജീവിതം ജീവിക്കുവാൻ, അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ അനുഭവിക്കുവാൻ, യുദ്ധം ജയിക്കുവാൻ അങ്ങ് തന്നെ ഞങ്ങളുടെ കൂടെ വേണം. അങ്ങ് ഇന്ന് പറഞ്ഞില്ലേ, ജോഷുവയിലൂടെ ഞങ്ങളോടും അങ്ങ് പറഞ്ഞില്ലേ, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളോർത്ത് മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ മക്കളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കുമ്പസാരിച്ച് ശുദ്ധീകരിച്ച് വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയെ സ്വീകരിച്ച് ജീവിക്കാനുള്ള വലിയ ഭാഗ്യം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപബോധമില്ലാത്ത, പശ്ചാത്താപമില്ലാത്ത, ശുദ്ധീകരിക്കാൻ മനസ്സില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഞങ്ങളുടെ മക്കൾക്ക് ഈ ഒരു മനസ്സ് നൽകണമേ. വിശുദ്ധീകരിക്കാൻ, അങ്ങനെ അത്ഭുതകരമായ ഇടപെടല് അനുഭവിക്കാൻ കാരണമാകുന്ന ആ ശുദ്ധീകരണം അത് സ്വീകരിക്കാനുള്ള വലിയ കൃപ അങ്ങയുടെ മക്കൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവെ, തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തം കൊണ്ട് കഴുകണമേ. ശിരസ് മുതൽ പാദം വരെ ഞങ്ങളുടെ മക്കളുടെ ഓരോ അവയവങ്ങളെയും, ചിന്ത, ബുദ്ധി, മനസ്സ്, വികാരം, ഓർമ്മ, ഭാവന, ഓരോ അവയവങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മനസ്സിനെ, അവരുടെ ഹൃദയങ്ങളെ, ചിന്തകളെ ഈ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ പാപത്തെ വിട്ടുപേക്ഷിച്ച് ശുദ്ധീകരിക്കപ്പെടാൻ വലിയ ഭാഗ്യം, കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ, ഞങ്ങൾക്കും നൽകണമേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോര തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. കർത്താവേ, എല്ലാ മക്കളെയും അങ്ങ് രക്തം കൊണ്ട് കഴുകണം, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ തന്നെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടാത്ത വിധം, അങ്ങയുടെ അത്ഭുതങ്ങൾ നാളെ അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധം
കർത്താവെ, ഞങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ശുദ്ധീകരിച്ച് അങ്ങയെ കൂടെ നിർത്തി യുദ്ധം, പരീക്ഷ ജയിക്കുവാൻ ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാന സന്നദ്ധിയിൽ മക്കളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ സ്വയം വിശുദ്ധീകരിക്കാനും അങ്ങ് പറഞ്ഞ പോലെ അങ്ങയുടെ അത്ഭുതങ്ങൾ അനുഭവിക്കാനും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. അങ്ങയെ സ്വീകരിക്കാനും അങ്ങയെ കൂടെ നിർത്താനും വേണ്ട പരിശുദ്ധി ഞങ്ങൾക്ക് സംജാതമാകാൻ കർത്താവെ കരുണ ചൊരിയണമേ. ഉദാശയിലേക്ക് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കണമേ.